ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ജെൻസി ഫാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുരുമുളക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ബെറ്റർ ആയിട്ടൊരു ഈൽഡ് ഉണ്ടാക്കാനും അതുവഴി നമുക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു ഇൻകം ജനറേറ്റ് ചെയ്യാനും കഴിയും കേട്ടോ. നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. അതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിനു മുമ്പ് എന്നെ ഞാൻ പരിചയപ്പെടുത്തി തരാം. എൻ്റെ പേര് മനു. ഞാനൊരു യുവ കർഷകനാണ്. ഞാൻ ജോലിയോടൊപ്പം ചെറിയ രീതിയിൽ കൃഷി ചെയ്യാറുണ്ട്. പ്രധാനമായിട്ടും കുരുമുളക്, ജാതി, കൊക്കോ, കാപ്പി ഇതാണ് ഞാൻ പ്രധാനമായും ചെയ്യാറുള്ളത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനുള്ളത്. ഞാൻ കാരണം ഒരാൾ കൃഷി ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ അത്രയും സന്തോഷമാണ് എനിക്ക്. അപ്പോൾ നിങ്ങളുടെ തീർച്ചയായും സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് അടിക്കുക, ലൈക്ക് അടിക്കുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും എന്തെങ്കിലും പുതിയമായ അറിവുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലും അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ കുരുമുളക് കൃഷിയിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം കേട്ടോ, ഞാൻ അവിടെ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഞാൻ കവുങ്ങുമ്മൽ 2 വർഷം മുമ്പ് ചെയ്തോട്ടോ. ഞാനല്ല, എൻ്റെ ഫാദർ ചെയ്തായിരുന്നു. പക്ഷേ ഇറക്കി പതുക്കാൻ മറന്നുപോയി. എന്നോട് ഞാൻ വിട്ടുപോയി ചെയ്ത്. അപ്പോൾ ഇത്രയും സ്പേസ് നമുക്ക് നഷ്ടമാട്ടോ. പിന്നെ മോളെ കട കയറി പോവുകയും ചെയ്യും. നമുക്ക് മാക്സിമം ഈ അടിയിൽ തൊട്ടേ കുരുമുളക് ഉണ്ടാവുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ നമ്മൾ ഈ കുരുമുളകൊക്കെ നമ്മൾ ഇറക്കി പതുക്കി കേട്ടോ. ഇറക്കി പറിച്ച് ഞാൻ കുരുമുളക് കുറച്ച് കാണിച്ചു കേട്ടോ. ഇറക്കി പതിക്കൽ ഇമ്പോർട്ടൻസ് ഞാൻ ഇവിടെ കാണിച്ചു കേട്ടോ. ഞാൻ കഴിഞ്ഞ വർഷം നട്ട ഐസർ തേവം കോഴിക്കോട് റിസർച്ച് സെൻറ്ററിൽ നിന്ന് വാങ്ങിയ 20 ഉറുപ്പിക പ്ലാനിനായിട്ടുള്ളത് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ഏകദേശം 1 വർഷമായിട്ടുള്ളൂ കേട്ടോ അത് വളർന്ന് വന്നിട്ടുള്ളത്. അത് ഞാൻ കാണിച്ചു തരാം. ഇതാട്ടോ ഐസർ തേവം, കാണാൻ കഴിയും. പുതിയ ഇതൊക്കെ വന്നിട്ടുണ്ട്, ശിഖരങ്ങളൊക്കെ. ഇത് ഞാൻ ഇറക്കി പറിച്ചിന് കേട്ടോ. ടോപ്പ് കയറിപ്പോയിന്, ഇത് കാണാൻ കഴിയും. ചുറ്റൊന്ന് റൗണ്ട് ആയതുപോലെ ഇത് കണ്ടില്ലേ, ഇതേ റൗണ്ട് ചെയ്താണ്. അതുപോലെ പുതിയ ശിഖരങ്ങളൊക്കെ മേലോട്ട് കയറി വരുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ട് വന്നാൽ കാണാൻ കഴിയും, കണ്ടില്ലേ. ഇത് ഐസറിൻ്റെ ശ്രീകര എന്ന വെറൈറ്റി കേട്ടോ. ഇത് ഞാൻ ഇറക്കി പറിച്ചിട്ടുണ്ട്. ഇറക്കി പറിച്ച പുതിയ വള്ളി പുറത്തേക്ക് പോയിട്ടുണ്ട്. ഇത് ഞാൻ ഇന്ന് ഇറക്കി പറിച്ച കേട്ടോ. ഞാൻ ഇടയിലായിട്ട് കാപ്പി വെച്ചിട്ടുണ്ട്, ഇവിടെയും കാപ്പി വെച്ചിട്ടുണ്ട്, പിന്നെ കവുങ്ങും വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഇറക്കി പറിക്കൽ എല്ലാവർക്കും ഏകദേശം അറിയാമെന്നായിരിക്കുന്നുണ്ടാവും. ഈ മുകളിലേക്ക് കയറിയ വള്ളി ആ പെറ്റവരോണ്ട് മെല്ലെ പറിച്ചെടുത്ത് പൊട്ടാണ്ട് താഴോട്ട് ഇറക്കിയാണ് മണ്ണിൽ റൗണ്ടിൽ സോയിൽ വെക്കുക കേട്ടോ. അതിൻ്റെ പറ്റുകൾ പിന്നെ അടിയിലുള്ള ചെറിയ ഇലകളൊക്കെ ഒഴിവാക്കണം. അതുവഴി കേടുകൾ വരാണ്ടിരിക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാര്യം കേട്ടോ. ഞാൻ രണ്ടാമത്തെ കാര്യത്തിലേക്ക് പോവാം. ഈ രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഒന്നാമത്തെ ചോല കേട്ടോ. അവിടെ ചോല കണ്ടില്ലേ, ആ ചോല വെട്ടണം മഴ അതിന് മുമ്പായിട്ട്. അപ്പോൾ നല്ലൊരു പ്രകാശം അല്ലെങ്കിൽ സൂര്യപ്രകാശം കിട്ടുമ്പോൾ നമ്മളെ വെയിൽ മാസത്തിൽ അഥവാ നമ്മളെ ചൂടുള്ള സമയത്ത് നല്ല രീതിയിൽ വെയിലടിക്കുമ്പോൾ കൊടി വാടുകയും ചെയ്യും. നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടുന്നതായി പിന്നീട് മൺസൂൺ വരുന്ന മഴയായി ഈ കൊടി പെട്ടെന്ന് തെഴുത്ത് വരും കേട്ടോ. ഒരുപാട് പൊട്ടി തെക്കും. അപ്പോൾ ഒരുപാട് തിരികൾ കയറ്റി വരും. അപ്പോൾ നിങ്ങൾ എന്തായാലും ചോല കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ കർഷകരൊക്കെ എല്ലാവരും PVC-യിലേക്ക് അതുപോലെ പയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ആണെങ്കിൽ ഏറ്റവും നല്ലതാണ്. നമുക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലായിരിക്കും നമ്മൾ കൃഷി ചെയ്യാനായിട്ട് കേട്ടോ. പിന്നെ വെച്ചാൽ മറ്റൊരു കാര്യമാണ് എന്ത്, കാലാവസ്ഥ. അപ്പോൾ എല്ലാവർക്കും കുരുമുളക് കൃഷി ചെയ്യാൻ താല്പര്യമുണ്ട്. ഞാൻ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ട് അങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ട്. പക്ഷേ ഓരോ സ്ഥലത്തും ഓരോ ഡിഫറെൻറ്റ് കാലാവസ്ഥയാണ്. ചിലത് ഹൈ റേഞ്ച് ഏരിയ ആണ്, പിന്നെ ലോവർ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളുടെ കാലാവസ്ഥയ്ക്ക് അനുയോജിച്ച കുരുമുളക് വെച്ചാൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്തായിട്ട് ആരെങ്കിലും കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ പോയി അവരുടെ ആ വള്ളി വാങ്ങണം കേട്ടോ. ആ വള്ളിയിൽ എത്രമാത്രം ഈൽഡുള്ള അനുസരിച്ച് വേണം നിങ്ങൾ കൃഷി ചെയ്യാൻ. പിന്നെ നിങ്ങൾ പരീക്ഷണാടിസ്ഥാനത്തിലൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഞങ്ങൾ വാണിജ്യാടിസ്ഥാനത്തിലും ഒരു പാർട്ട് ഓഫ് ടു ഇൻകം ജനറേറ്റ് ചെയ്യാനും ഈ കാര്യങ്ങൾ പ്രധാനമായി ശ്രദ്ധിക്കണം. നിങ്ങൾ ചുറ്റുപാടുള്ള ഏതെങ്കിലും കർഷകരെടുത്ത് കുരുമുളക് കൃഷി ചെയ്യുന്നുണ്ടോ അന്വേഷിക്കുക. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് നല്ലൊരു വള്ളി കിട്ടാൻ കഴിയും. അപ്പോൾ ആ ഒരു വള്ളിയായിരിക്കും കണ്ട് നിങ്ങളുടെ കാലാവസ്ഥയിൽ നിങ്ങളുടെ സ്ഥലത്ത് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ. അപ്പോൾ നിങ്ങൾ പ്രധാന കൃഷി ചെയ്യുന്നത് വെച്ചാൽ ഞാൻ അവിടെ ചെയ്യാറ് വെച്ചാൽ കരിമുണ്ട, കുമ്പുക്കൽ, അതുപോലെ തന്നെ ഐസറിൻ്റെ വെറൈറ്റി അല്ല, കോഴിക്കോട് റിസർച്ച് സെൻറ്റർ നിർമ്മിച്ച കുറച്ച് വെറൈറ്റീസാണ് ചെയ്യാറുള്ളത് കേട്ടോ. പിന്നെ അല്ലാണ്ട് നമ്മുടെ നാടൻ വെറൈറ്റീസ് ഉണ്ട്, ചേട്ടൻ കുരുമുളക് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നല്ല രീതിയിൽ ട്രെൻഡിങ് ആണ്, നല്ല രീതിയിൽ ഗ്രോത്തും ഉണ്ട് കേട്ടോ. അപ്പോൾ മറ്റൊരു കാര്യത്തിൽ അങ്ങ് പോവാം. ഇതാട്ടോ 1 വർഷം പ്രായമായിട്ടുള്ള കരിമുണ്ടനത്. ഇതിനെ ഇറക്കി പറിച്ചതാണ്, കാണാൻ കഴിയും. ഇത് എത്ര പ്രാവശ്യം തിരിയിട്ട് കേട്ടോ. അപ്പോൾ കവുങ്ങുമ്മലാണ് ചെയ്യുന്നത്. ഏകദേശം 3 വർഷം പ്രായമായിട്ടുള്ള കവുങ്ങ് കേട്ടോ ഇത്. അതുപോലെ തന്നെ നമുക്ക് 2 വർഷം പ്രായമായിട്ടുള്ള ഒരു കുരുമുളക് കാണിച്ചു കേട്ടോ. ഈ കുരുമുളക് കണ്ടില്ലേ, നല്ല രീതിയിൽ ഗ്രോത്ത് ഇല്ലേ. പൊതുവെ തിരികളൊക്കെ വന്നിട്ടുണ്ട്, കാണാൻ കഴിയും. മഴയോട് കയറി പോകുന്നുണ്ടോ. ഞാൻ ഇറക്കി പറിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ട്.
ഈ കുരുമുളക് കൃഷിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് മണ്ണിൻ്റെ ഒരു pH അറിയുക എന്നുള്ളത്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു വീട് വെക്കുകയാണെങ്കിൽ ഒരു വീടിന് എന്തായിരിക്കും ബേസ്മെൻറ്റ് എന്തായിരിക്കും തറ ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കൃഷി ചെയ്യുമ്പം കൃഷിയുടെ ബേസ്മെൻറ്റ് വെച്ചാൽ സോയിലാണ്, അതായത് മണ്ണാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റിയെങ്കിൽ നിങ്ങൾ വാണിജ്യാടിസ്ഥാനത്തിൽ ഒരു ലോങ് ടേം ആയിട്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മണ്ണ് ടെസ്റ്റ് ചെയ്യണം. കൃഷിഭവൻ അന്വേഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള മാർഗ്ഗദർശനം തീർച്ചയായും അവർ നൽകും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ അടുത്തുള്ള കൃഷിഭവനിൽ പോയി അന്വേഷിക്കണം. നമ്മുടെ മണ്ണിന് 6.5 pH ആണ് കുരുമുളക് കൃഷി വേണ്ടത്. അതുപോലെ പ്രധാനമായിട്ടും നൈട്രജന്, പൊട്ടാഷ്യം, അപ്പോൾ കുറച്ച് മൈക്രോന്യൂട്രിയൻസ് ആണ് പ്രധാനമായിട്ടും കുരുമുളകിൻ്റെ ഒരു ബെറ്റർ ആയിട്ട് ഈൽഡ് ഉണ്ടാക്കാൻ സഹായിക്കുന്നത്. പിന്നെ ഞാൻ പൊതുവെ വളം കൊടുക്കുക വെച്ചാൽ ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, എല്ലും പൊടി. ചാണകത്തിൽ നൈട്രജൻ ഉണ്ട്. വേപ്പിൻ പിണ്ണാക്കിൽ ഈ വേരുകൾ വഴി വരുന്ന ഒരുപാട് രോഗങ്ങളെ നിയന്ത്രിക്കും. അതുപോലെ നമ്മുടെ എല്ലും പൊടിയിൽ ഒരുപാട് പൊട്ടാസ്യം, അതുപോലെയുള്ള പൊട്ടാസ്യം അല്ല അങ്ങനത്തെ കുറച്ച് ഫോസ്ഫറസ് ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫോസ്ഫറസ് ഉണ്ടാകുന്ന വഴി പെട്ടെന്ന് തീയിടാനും തിരിയിൽ നിന്ന് നല്ല രീതിയിലുള്ള ഒരു ബെറീസ് എത്ര ഫോം ചെയ്യാൻ അതൊക്കെ സഹായിക്കും കേട്ടോ. ഞാൻ ഇങ്ങനെ കേട്ടോ കുരുമുളക് നടാറുള്ളത്. അടിയുള്ള ചെന്തല ഉപയോഗിച്ച് ഞാൻ മണ്ണ് വെച്ച് 4 എണ്ണം വെച്ച് മേലോട്ട് കയറ്റിവിടാം ചെയ്യാറ്. ഞാൻ നേരത്തെ കാണിച്ചുള്ള ചെന്തല എന്ന് വെച്ചാൽ കരിമുണ്ടൻ്റെ കേട്ടോ. കരിമുണ്ട ഏറ്റവും അടുത്തുള്ള എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ കേട്ടോ സെലക്ട് ചെയ്തത്. ഗ്രാൻഡ് ഫാദർ ഒരുപാട് കരിമുണ്ട കൃഷി ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ നോക്കി ഏറ്റവും നല്ല കുരുമുളക് വള്ളി നോക്കിയാണ് അവിടെ നല്ല വള്ളി ശേഖരിച്ചാണ് ഞാൻ വെച്ചിട്ടുള്ളത്. എല്ലാവർക്കും ഒരു ചെന്തല ശേഖരിക്കാനാണ് കാണിച്ചത് കേട്ടോ. ഇതാട്ടോ കുരുമുളകിൻ്റെ ചെന്തല. അതുകൊണ്ട് എവിടെ വേരുന്ന് പൊട്ടി വരണേ. ഇത് നമുക്ക് മുറിച്ചിങ്ങനെ നടാൻ കഴിയുക. അതുപോലെ തന്നെ ഇപ്പോൾ ഈ മരത്തോന്നാണെങ്കിൽ ഇങ്ങോട്ട് മേലോടെ കയറ്റി വേണം ചെയ്യാം കേട്ടോ. ഇമ ഏകദേശം അത്യാവശ്യം തിരിയുള്ളതാണ്. ഒന്നുകൂടി കയറ്റിയിട്ടതാണ് അല്ലേ. ഇതൊക്കെ പൊട്ടി തെഴുത്ത് വന്നതാണ്. ഇത് ഇവിടെ ഉണ്ടായിരുന്ന നല്ലൊരു വെറൈറ്റി കേട്ടോ. ഞാൻ വെച്ചൊന്നല്ല, എവിടെന്നോ കിട്ടിയൊരു വെറൈറ്റിയാണ്. പക്ഷെ നല്ല രീതിയിലുള്ളൊരു ഈൽഡ് നമുക്ക് കാണാൻ കഴിയും മേലോട്ട് നോക്കിയാൽ. ഒരു ഓവർവ്യൂ എന്ന നിലയ്ക്ക് പ്രധാനമായിട്ടും ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ മണ്ണാണ്. മണ്ണ് നിങ്ങൾ തീർച്ചയായും ടെസ്റ്റ് ചെയ്യണം. നിങ്ങളുടെ വാണിജ്യാടിസ്ഥാനത്തിലാണെങ്കിലും നിങ്ങൾ ലോങ് ടേം ആയിട്ട് ബിസിനസ്സായി കാണുകയാണെങ്കിൽ തീർച്ചയായും മണ്ണ് സെലക്ട് ചെയ്യണം. പിന്നെ നിങ്ങൾ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള കുരുമുളക് കൃഷിയായിട്ട് ചെയ്യണം കേട്ടോ. വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും കർഷകരിൽ നിന്ന് പോയിട്ട് അവിടെ പോയി അന്വേഷിച്ച് അവിടെ ഉണ്ടാകുന്ന ഏറ്റവും നല്ല വെറൈറ്റീസ് നോക്കി വേണം നമ്മൾ കൃഷി ചെയ്യാറ്. നമ്മുടെ കാലാവസ്ഥ തീർച്ചയായിട്ടും അനുയോജ്യമായിരിക്കണം. പിന്നെ ഒന്നാമത്തതാണെന്ത്, നമ്മുടെ വളങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ ഓർഗാനിക്കാണ് കൊടുക്കാറുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ കാലാവസ്ഥ അനുസരിച്ച് നമ്മുടെ കേരളത്തിലെ മണ്ണ് വെച്ചാൽ അമ്ലമയുണ്ട്, അസിഡിറ്റി സ്വഭാവത. പ്രധാന മഴയും വെയിലും മാറി വരുന്നത് കൊണ്ട് അസിഡിക് സ്വഭാവം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ കറക്റ്റായിട്ട് കൃഷി ചെയ്യുന്നതിന് മുമ്പ് വളം കൊടുക്കുന്ന മുമ്പ് ഒരു 15 ദിവസം മുമ്പ് കുമ്മായോ അല്ലെങ്കിൽ ഡോളോമൈറ്റോ കൊടുത്ത് മണ്ണിൻ്റെ pH നിലനിർത്തണം കേട്ടോ. പിന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇറക്കി പതിക്കൽ. ഈ കുരുമുളക് മേലോട്ട് കയറിപ്പോവും, പക്ഷേ മുകളിലേക്ക് എന്താവുക തിരി ഉണ്ടാവുക. അപ്പോൾ നമുക്ക് അടിയിൽ നിന്നുള്ള ആ സ്പേസ് നഷ്ടമാവും. അപ്പോൾ എന്താക്കണം, ഇറക്കി പതിക്കുമ്പോൾ നമ്മൾ സാവധാനം ചെയ്യാൻ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം കേട്ടോ. പിന്നെ വെച്ചാൽ വേനൽക്കാലത്ത് വെയിൽ തട്ടാണ്. പക്ഷേ അധിക വെയിൽ കാരണം നമ്മുടെ വേര് അതിൻ്റെ തണ്ടൊക്കെ ഉണങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താക്കണം, ഈ ചവേലിൻ്റെ കൊമ്പ് ശേഖരിച്ച് ഞാൻ കുരുമുളകിൻ്റെ മരട്ടിടുകയും വേണം. പിന്നെ ചെറിയ കൊമ്പായിട്ട് അതിൻ്റെ അടിഭാഗം ഒന്ന് മറക്കുന്ന രീതിയിൽ വെക്കണം കേട്ടോ. അതിനെ മഴ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു വളമായിട്ട് കിട്ടും. അപ്പോൾ അതും കൂടി എല്ലാവരും ഉൾക്കൊള്ളണം. അപ്പോൾ അത്രയുള്ളതാണ് വീഡിയോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായും എന്തെങ്കിലും പോരായ്മകളോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് അടിക്കണം. അപ്പോൾ കൂടുതൽ വീഡിയോ നിങ്ങൾ എല്ലാവരും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കുക, കമൻറ്റ് അടിക്കുക. അപ്പോൾ നിങ്ങളുടെ ഇതുവരെ വീഡിയോ വെച്ചാൽ എല്ലാവർക്കും നന്ദി. താങ്ക് യു.